അങ്ങോട്ട് വരാൻ കഴിഞ്ഞാൽ മനസ്സിലാവും. ലോകത്ത് രാജ്യ 198 രാജ്യങ്ങളിൽ രാജ്യ തലസ്ഥാനങ്ങളിൽ ഏറ്റവും മനോഹരമായ അതിൽ രണ്ടാമത്തെ മനോഹരമായ രാജ്യ തലസ്ഥാനമുള്ള രാജ്യമാണ്. ഇവിടെയാണ് ഞങ്ങൾ ചായക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ ഞങ്ങളൊരു കടയിൽ കയറി അവിടുത്തെ സാധനങ്ങളുടെ വില ചോദിച്ചറിഞ്ഞു. അപ്പോഴേക്കും ഞങ്ങളുടെ ചായ അവിടെ റെഡിയായിട്ടുണ്ടായിരുന്നു. ചായന്റെ കൂടെ നൂഡിൽസ് ആണ് കഴിച്ചിരുന്നത്. ഇതാണ് മനോഹരമായ പൂക്കളുടെ മേട് എന്നറിയപ്പെടുന്ന ഗുൽമാർഗ്. പച്ച വിരിച്ച പുൽമേടുകളായിരുന്നു അവിടെ നിറയെ ഉണ്ടായിരുന്നത്. അതിന് ഇടയ്ക്ക് ഞങ്ങൾ കുതിര സവാരിക്കായി ഒരു കുതിരയുടെ പുറത്ത് കയറി. കൂടെയുള്ള ഒരുവിധം ആളുകളൊക്കെ കുതിര ആദ്യം പേടിയൊക്കെ തോന്നിയെങ്കിലും പിന്നീട് അതൊരു ഹരമായി. ഞങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഗുൽമാർഗിലെ മഹാരാജ പാലസിന് അടുത്തെത്തി. അതിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എടുത്ത് കയറുകയാണ്. അവിടുത്തെ ചുമർ ചിത്രത്തിൽ കാണുന്നത് രാജകുടുംബങ്ങളിൽപ്പെട്ടവരാണ്. ഇതാ ഞങ്ങൾ അവിടുത്തെ ഓരോ റൂമുകളും സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കൊട്ടാരത്തിന്റെ മെയിൻ ഹാൾ. അവിടെ കണ്ട ഒരു മനോഹരമായ കട്ടിലാണിത്. രാജാവിന്റെ ബെഡ്റൂം. അന്ന് ഉപയോഗിച്ച പല സാധന സാമഗ്രികളും ഈ കൊട്ടാരത്തിൽ ഞങ്ങൾ കണ്ടു. നിറയെ വാളുകളും പല ആയുധങ്ങളൊക്കെ ആയിരുന്നു ഈ റൂമിലുണ്ടായിരുന്നത്. ഞാൻ ആ ബെഡിലൊന്ന് വിശാലമായി കിടന്നു നോക്കി. വാ, ഞങ്ങൾ യാത്ര തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ്. കുതിരപ്പുറത്തുള്ള സവാരി ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഞങ്ങൾ കൂടെയുള്ള കാശ്മീരികളോട് അറിയാവുന്ന രീതിയിൽ സംസാരിച്ചു.
വെച്ച് അധികം സമയം ഞങ്ങൾ സവാരി ചെയ്തു. ഞങ്ങളുടെ കുതിര ഒന്ന് പിറകിലായിപ്പോയി. കൂടെയുള്ള കാശ്മീരിയോട് ഞങ്ങൾ സ്പീഡ് കൂട്ടാൻ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഗുൽമാർഗ് ജേണി